ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നുള്ളത്. അർമേനിയയിലെ ജീവിതവും ജോലി സാധ്യതയും കുറിച്ചുള്ള വ്ളോഗാണ്. വ്ളോഗിലേക്ക് പോകാം. അർമേനിയയിൽ ജോലിക്ക് വേണ്ടി വരുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത്. കൂടുതലായിട്ട് വരുന്ന അൺസ്കിൽഡ് വർക്കുകളാണ്. അൺസ്കിൽഡ് വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് പിക്കിങ്, അതുപോലെ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, അഗ്രികൾച്ചർ വർക്ക്, വെയർ ഹൗസ്, ഇതുപോലത്തെ വർക്കുകളാണ് വരുന്നത്. മെയിനായിട്ട് നമുക്ക് ചലഞ്ചിങ് ആയിട്ട് വരുന്നത് ഇവിടുത്തെ ഭാഷയാണ്. ഭാഷ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഷയല്ല. ഭാഷ ഒരു വെല്ലുവിളിയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് വർക്ക് വരുന്നത് കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഇവിടെ മിക്കം കുറച്ച് പേർക്ക് മാത്രമേ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിയൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് വർക്കുകൾ നമുക്ക് കിട്ടാതെ പോകുന്നു. നല്ല കാറ്റ് കണ്ണടക്കട്ടെ. യൂറോപ്പ് സ്വപ്നം കണ്ട ആരും ഇങ്ങോട്ട് വരണ്ട. ഇതൊരു യൂറോപ്യൻ കൺട്രി അല്ല. ഇവിടെ യൂറോപ്യൻ കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത് മാത്രം. യൂറോപ്പ് സ്വപ്നം കണ്ട ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. 3, 4, 5 ലക്ഷം കൊടുത്ത് വരുന്നുണ്ട്. ഈ അടുത്തിടെ 32 ലക്ഷം വരെ കൊടുത്ത് ഇങ്ങോട്ട് വന്നവരുണ്ട്. 3, 4 ലക്ഷം കൊടുത്ത് വരുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങോട്ട് വരാൻ അത്രയ്ക്ക് പൈസ ഒന്നും ഇല്ലെന്നാണ്. നിലവിലൂടെ ഒരുപാട് ജോലി സാധ്യത ഉണ്ടെങ്കിൽ പോലും എല്ലാം കമ്മീഷൻ ബേസിലാണ്. $250-300 ഇവിടെ ജോലിക്ക് കയറുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ നാട്ടിൽ 30,000-40,000 രൂപ വരും. ഇവിടെ ആളുകൾ ജീവിക്കുന്നത് തന്നെ കമ്മീഷൻ പറ്റിയാണ്. കമ്മീഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അധികം പേര് ഇന്ത്യക്കാർ തന്നെയാണ്. ഇന്ത്യക്കാരെ തന്നെ പറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങളിവിടെ ഒരുപാട് ഹോസ്റ്റലും കാര്യങ്ങളും പോയി നോക്കിയതാണ്. ഭക്ഷണവും ജോലിയും ഇല്ലാതാണ് ഒരുപാട് പേര് ഇവിടെ ജീവിക്കുന്നത്. നാട്ടിൽ നിന്നും പണവും കാര്യങ്ങളും എത്തിച്ചാണ് അവരിവിടെ കഴിഞ്ഞുകൂടുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ പറ്റിക്കപ്പെടുകയാണെന്നല്ല. നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങൾ ജോലിക്കോ എന്തിനെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള ആരുടെയെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് അവിടെ ജോലി ഉറപ്പുവരുത്തിയതിന് മാത്രം നിങ്ങൾ കയറിയാൽ മതി. എന്റെ കുറച്ചു കാലത്തെ അനുഭവത്തിന്റെ പുറമെ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ലിവിംഗ് എക്സ്പെൻസ് വളരെ കുറവാണ്. നിങ്ങൾ 3-4 പേരാണ് ഒരുമിച്ച് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് പൈസ ഇവിടെ ആവുള്ളൂ. ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് ഇവിടെ നിൽക്കാറ്. അധികം ദിവസങ്ങളിൽ ഞങ്ങൾ ഭക്ഷണം കുക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ കഴിക്കാറ്. ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറുള്ളൂ. അതിൽ ഭക്ഷണത്തിന്റെ കാര്യം ഞങ്ങൾ പ്രത്യേകിച്ച് ചിലവിടൊന്നും വരുന്നില്ല. നിങ്ങൾ ഭക്ഷണം പുറത്തുനിന്നാണ് കഴിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ ഇവിടെ ചിലവാക്കേണ്ടി വരും. ജോലിക്കേണ്ടി വരുന്നതിന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം വെച്ചാൽ നിങ്ങൾ ഇന്റർവ്യൂലുള്ള വർക്കുകൾ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും $200-300 കൊടുത്ത് വീണ്ടും ജോലിക്ക് കയറേണ്ടി വരും. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർ ഇവിടുത്തെ ആരെയും കോൺടാക്റ്റും കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ താഴെ ഞാൻ എന്റെ നമ്പർ കൊടുക്കാം. അതുമായി നിങ്ങൾ ബന്ധപ്പെട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യാം.